ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ആക്റ്റീവയാണ് വണ്ടി. നമുക്ക് നിലവിൽ വണ്ടി 2 കംപ്ലയിൻ്റാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സ്പീഡോമീറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്, മെക്കാനിസം മാർനെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സെൽഫ് അടിക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ട് വേരിയേഷനോടുകൂടി വണ്ടി സ്റ്റാർട്ടാവാം. ഈ 2 കംപ്ലയിൻ്റാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. നമുക്ക് അതിൻ്റെ ഈ മീറ്ററിൻ്റെ ശരിക്കും പറഞ്ഞാൽ മീറ്റർ മെക്കാനിസത്തിൻ്റെ കംപ്ലയിൻ്റാണ് നമ്മളതിക്ക് മുമ്പ് പറഞ്ഞു വിട്ടായിരുന്നു. നമ്മുടെ ഐറ്റം അവൈലബിൾ അല്ല, സ്റ്റോക്ക് ഇല്ല എന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. കാരണം അത് ഒരു പീസൊക്കെയാണ് വെക്കുകയുള്ളൂ നമ്മൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച എൻ്റെ ഐറ്റം പോയിട്ടുണ്ട്. പിന്നെ ഇനി വൻ്റെ ഒരു താമസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെക്ക് ചെയ്തിട്ട് എൻ്റെ കണ്ടീഷൻ പറയാം. പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് വ്യത്യാസത്തോടു കൂടി വണ്ടി സ്റ്റാർട്ടാവാം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വരുന്ന ഭാഗത്താണ് കേട്ടോ. നിലവിൽ ഈ യൂണിറ്റ് ഈ വീല് വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഷാഫ്റ്റുമാണ് ഈ വീലുകൾ പിടിപ്പിച്ചേക്കാം. ആ ഷാഫ്റ്റിന് ഒരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. അതായത് ഈ വീല് കറക്റ്റായിട്ട് വർക്കാവില്ല. ശരിക്കും റൗണ്ടിലിരിക്കുന്ന വീല് അങ്ങനെ നിന്ന് കറങ്ങണം. ഈ വീല് ആ ഷാഫ്റ്റ് ഉള്ളിൽ നിന്ന് വന്നേക്കണ ഷാഫ്റ്റിന് ബെൻഡ് വന്നേക്കണമുണ്ട്, അലൈൻമെൻറ്റ് പോയേക്കണമുണ്ട്. ഈ വീല് കറങ്ങുന്ന സമയത്ത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കയറി ഇറങ്ങി വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ മെയിനായിട്ട് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ തൊട്ട് മുകളിലാണ് നമുക്ക് ഇതേപോലെ സെൽഫ് സ്റ്റാർട്ട് മോട്ടറുമേന്ന് എഞ്ചിൻമേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഈ ബെൻഡെക്സ് യൂണിറ്റ്, പിനിയൻ സ്റ്റാർട്ട് എന്ന് പറയും, അതിരിക്കണത്. അത് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ കറങ്ങണ സമയത്ത് ഒരു സൈഡ് കയറി ഇറങ്ങി വർക്ക് ചെയ്യുന്ന കേസ് പറഞ്ഞല്ലോ, ആ വർക്ക് ചെയ്യണ ഭാഗം വരുന്ന സമയത്ത് ഇതുമ്പോൾ കയറി ലോഡാവുക. അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം. നിലവിൽ നമുക്കത് ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞാൽ പുറമേ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് അലൈൻ ചെയ്ത് കയറ്റിയിടാനായിട്ട് പറ്റും. ആ രീതിയിൽ നമുക്കിപ്പോൾ സെറ്റ് ചെയ്ത് തരാം. പക്ഷേ റിപ്പീറ്റ് വീണ്ടും ഇതേപോലെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ നിന്ന് വേറെ ചെയ്തിട്ട് കാര്യമില്ല. അത് അഴിച്ചിട്ട് ഒന്നോലെ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി മാറ്റിയിടാം. അതല്ലെങ്കിൽ ലെയ്ത്തിൽ കൊടുത്തത് കറക്റ്റ് ചെയ്ത് തിരിയാത്ത രീതിയിലേക്ക് സെറ്റാക്കി റീസെറ്റ് ചെയ്ത് കയറേണ്ടി വരും. അത് നമുക്ക് ഇച്ചിരി എക്സ്പെൻസ് വന്ന കേസാണ്. തൽക്കാലം ഞാനിത് അലൈൻ ചെയ്ത് കയറ്റി റീസെറ്റാക്കി തരാം. കാരണം നമ്മൾ സർവീസിനൊക്കെ നമ്മൾ ഈ ഭാഗം കഴിച്ചൊക്കെ നോക്കണം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഈ കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ട് 2-3 ദിവസം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ലീക്കേജ് ഒന്നും വന്നിട്ടില്ല. കുറേ നാളായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഓയിൽ ലീക്ക് വരാൻ തുടങ്ങും. കാരണം ഷാഫ്റ്റ് ഓയിൽ സീൽ കവർ ചെയ്യാത്തൊരു കണ്ടീഷൻ വരും. ആ സൈഡിലൂടെ എഞ്ചിൻ ഓയിൽ ലീക്കായിട്ട് ഈ സൈഡിലേക്ക് വരും. അപ്പോൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ കംപ്ലയിൻറ്റ് കാണിച്ചാണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് അലൈൻ ചെയ്തിട്ട് തരാം. അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കേസുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റെഡി ആക്കിയാലും ഇപ്പോൾ നമുക്ക് ആ കംപ്ലയിൻറ്റ് ആ സൗണ്ട് സോൾവ് ചെയ്ത് വിടാനായിട്ട് പറ്റും. പക്ഷേ റിപ്പീറ്റ് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് വന്ന പ്രശ്നമല്ല, അതിൻ്റെ ഉള്ളിൽ ക്രാങ്ക് ഷാഫ്റ്റിന് അലൈൻമെൻറ്റിൽ വേരിയേഷൻ വരുമ്പോഴാണ് ഈ പ്രോബ്ലം റിപ്പീറ്റ് വരാം. അപ്പോൾ നമുക്കതൊന്ന് ഫസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കാം. റിപ്പീറ്റ് പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് മുൻകൂട്ടി ജസ്റ്റ് നമ്മൾ പറയണതിൻ്റെ കേസ് എന്ന് വെച്ചാൽ നമ്മളതല്ലെങ്കിൽ നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്തു വീണ്ടും ആ കംപ്ലയിൻറ്റ് വന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് അതിൻ്റെ വരാൻ പോകുന്നൊരു കാര്യം പറഞ്ഞതിൻ്റെ കേസ്. കാരണം ഇത് ഈ രീതിയിൽ തന്നെ ഓടുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഓയിൽ ലീക്കായിട്ട് വരും. ഇതിപ്പോൾ ലീക്ക് കാണിയൊന്നും ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് ഇല്ലതുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഒന്നോ 2 ദിവസം 2-3 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഈ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ രീതിയിൽ വർക്ക് ക്ലോസ് ചെയ്യാം. റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഈ രീതി തന്നെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, സ്പീഡോമീറ്ററിൻ്റെ കേസ് ഞാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ പറയാം. അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഐറ്റം വന്നതിന് ശേഷം കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൈയോടെ നമുക്ക് ചെയ്ത് കൊണ്ടാകുന്ന ഒരു കണ്ടീഷനിലേക്ക് സെറ്റാക്കാം. നേരെ മറിച്ച് ഐറ്റം ഉണ്ടെങ്കിൽ കൈയോടെ നമുക്കത് ക്ലോസ് ചെയ്ത് തരാം. ഓക്കെ.